Hi, good evening. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Let's start with the part 3 of sexual reproduction in flowering plants. Already part 1 and part 2 നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. എന്താണ് നമ്മൾ ആൻട്രീഷ്യം is the wall of male flowers, structure of stamen, TS of stamen, and the development of pollen grains inside the stamen in microsporangium, and the structure of pollen grains, and last pollen grains contains in two-celled or three-celled stage. Pollen grains are shedded to two-celled or three-celled stage, and in three-celled stage pollen grains contain two male gametes. Okay, so pollen grain is the male gametophyte of the flower. Okay, clear? Then second part la nammal padichu female flower gynoecium composed of pistil and carpels. The whorl of female flower is known as the gynoecium, and pistil and carpel pistil or carpel have three parts: ovary, style and stigma. Ovary, ovule is the megasporangium. Inside the megasporangium in mature flower, embryo sac is developed, and the development of embryo sac is monosporic, that is, which is developed from the one of the megaspore out of 4. That is, ആ 4 മെഗാസ്പോർസ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? മിയോട്ടിക് ഡിവിഷൻ. ഏതിന് മാത്രമേ മിയോട്ടിക് ഡിവിഷൻ നടക്കുകയുള്ളൂ? ദ മെഗാസ്പോർ മദർ സെൽ നിയർ ദി MMC നിയർ ദി മൈക്രോപൈലർ undergo meiotic division and produces a linear megaspore, linear tetrad, 4 in number, and 3 in the above degenerates and 1 in the bottom functional. And that functional megaspore, from that functional megaspore, the mature embryo sac or female gametophyte is formed. Okay, ഇത്രയും നമ്മൾ പഠിച്ചു. സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ പഠിച്ചു, ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ സാക് ഫ്രം ദി ഫങ്ഷണൽ മെഗാസ്പോർ പഠിച്ചു, സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക് ആൻഡ് മെച്യൂർ എംബ്രിയോ സാക് പഠിച്ചു അല്ലേ. അപ്പോൾ എംബ്രിയോ സാക് റെഡി ആയിട്ടിരിക്കുകയാണ്, ഫിമെയിൽ ഗാമൈറ്റും പിന്നെന്താണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫിമെയിൽ ഗാമൈറ്റ് വിത്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൻട്രൽ സെല്ലുമായിട്ട് റെഡി ആയിരിക്കും. ഇനി ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു. ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ പറയുന്ന പേര് സിൻകമി, മെയിൽ ആൻഡ് ഫിമെയിൽ ഗാമൈറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി. ആൻഡ് സെക്കൻഡ് ഫെർട്ടിലൈസേഷൻ പറയുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. അവിടെ സെക്കൻഡ് മെയിൽ ഗാമൈറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ആരായിട്ട് ഫ്യൂസ് ചെയ്തു? diploid secondary polar nuclei or central cell in the embryo sac and form a triploid endosperm, primary endosperm nucleus that later form endosperm that provide nourishment to the developing zygote or embryo. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. എന്തായാലും ഓൾറെഡി നമ്മൾ സ്ട്രക്ചർ മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ സാക്കിൻ്റെ മെച്യൂർ ആയിട്ടുള്ള pollen grains-നും സ്ട്രക്ചർ പഠിച്ചു. അപ്പോൾ എന്താണ് ഫെർട്ടിലൈസേഷനും അതോടുകൂടി നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ എവൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ തേർഡ് പാർട്ടിൽ നമ്മൾ പറയുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ എവൻസ് പോളിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ പോളിനേഷൻ? Pollination is the transfer of pollen grain, male gametophyte ആയിട്ടുള്ള pollen grain from the എവിടെ നിന്നാണ് anther to the anther എവിടെയാ ഉള്ളത്? മെയിൽ ഫ്ലവറിലെ സ്റ്റേബിളിൽ. anther to the stigma എവിടെയുള്ളത്? ഫിമെയിൽ ഫ്ലവറിൽ അല്ലേ. സ്റ്റിഗ്മ ഓഫ് ദി ഫിമെയിൽ ഫ്ലവർ. ഈ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫ്ലവറിലായിരിക്കാം, ഒരു പ്ലാന്റിലെ തന്നെ 2 ഇൻഡിവിജ്വൽ ഫ്ലവറിലായിരിക്കാം ഈ പോളിനേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൻ്റെ 2 ഡിഫറെൻറ്റ് പ്ലാന്റിലായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പോളിനേഷൻ എന്ന് മനസ്സിലായത്? പോളിനേഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൽ ഇതൊരു ഫ്ലവറാണ്. ഇതൊരു ഫ്ലവറിലെ സ്റ്റേമനിൽ നിന്ന് ആര് പോകുന്നു? സ്റ്റേമനിൽ ആരുണ്ട്? pollen grains ഉണ്ട് അല്ലേ. ഏതോ ഒരു ഏജൻറ്റ് വഴി, ഇവിടെ ഏതാ ഏജൻറ്റ്? ഈ ഫിഗറിൽ ഒരു ഇൻസെക്റ്റ് വഴി സിഗ്മയിലെത്തുന്നു. ഈ ഒരു ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് പൊളിനേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. പൊളിനേഷൻ എന്താണെന്ന് ക്ലിയർ ആയി അല്ലേ. ഈ പൊളിനേഷൻ വേണമെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സിംഗിൾ ഫ്ലവറിലായിരിക്കാം, 2 ഡിഫറെൻറ്റ് ഫ്ലവറിനെ സെയിം പ്ലാന്റിലായിരിക്കാം, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ഫ്ലവറിനെ 2 ഡിഫറെൻറ്റ് പ്ലാന്റിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദി ടൈപ്സ് ഓഫ് പൊളിനേഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ. ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് പൊള്ളൻ്റെ സോഴ്സിൻ്റെ ബേസിസിൽ നമുക്ക് പൊളിനേഷനെ എത്രയായിട്ട് 3 ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് പൊള്ളൻ ദർ ആർ 3 ടൈപ്പ് ഓഫ് പൊളിനേഷൻ. ഏതൊക്കെയാണ്? ഓട്ടോഗമി ഓർ self pollination. First one is
autogamy or self-pollination, and second one is geitonogamy, and third one is ഏതാണ് synogamy or allogamy or cross pollination. ഓക്കെ, അങ്ങനെയാണ് 3 ടൈപ്പ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് pollen there are 3 type of pollination: autogamy or self pollination, geitonogamy, synogamy, allogamy or cross pollination. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 3 ടൈപ്പ് pollination പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ. എന്താണ് ഒരു സെൽഫ് എന്ന് പറഞ്ഞാൽ സിംഗിൾ അല്ലെ. ഓട്ടോ വേർഡ് മീനിങ് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് ഓട്ടോ ഈസ് സെൽഫ്. ഓക്കെ, സിമിലർ എന്നൊക്കെ വേർഡ് മീനിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു സിംഗിൾ ഫ്ലവർ. ഈ സിംഗിൾ ഫ്ലവറിൽ എന്തുണ്ട്? ഇറ്റ് ഈസ് എ ബൈസെക്ഷൽ ഫ്ലവർ ആണ്. ബൈസെക്ഷൽ എന്താ? ബൈസെക്ഷലിൻ്റെ സിമ്പിൾ നമ്മൾ കഴിഞ്ഞ വർഷം മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അല്ലേ. ബൈസെക്ഷലിൻ്റെ സിനോണിം എന്താ? മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ. അതായത് 2 ഡിഫറെൻറ്റ് സെക്സസ് ആർ പ്രസൻറ്റ് ഇൻ എ സിംഗിൾ ഫ്ലവർ. മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫ്ലവർ വിത്ത് ബോത്ത് സെക്സസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലവർ ബൈസെക്ഷലാണ്. ഓക്കെ, സിംഗിൾ ഫ്ലവർ. അതിൽ മെയിൽ ഫ്ലവർ ആയിട്ടുള്ള സ്റ്റേമനും ഉണ്ട്, ഫീമെയിൽ ഫ്ലവർ ആയിട്ടുള്ള പിസ്റ്റൽ ഓർ കാർപ്പിലും ഉണ്ട്. സ്റ്റേമനിൽ എന്തുണ്ട്? നിറയെ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ട്. ഈ പൊള്ളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ പ്രോസസ്സ് അല്ലേ. സിംഗിൾ ഫ്ലവറിലെ പൊള്ളൻ ഗ്രെയിൻസ് സിംഗിൾ ഫ്ലവറിലെ മെയിൽ ഫ്ലവറിലെ ഏന്തറിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ് ഫീമെയിൽ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്തായിരിക്കും ഗീറ്റനോഗമി എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അതിന് മുൻപ് അപ്പോൾ എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് മനസ്സിലായില്ല. ഒരു സിംഗിൾ ഫ്ലവറിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവറിന്റെ ഇടയിൽ നടക്കുന്ന പോളിനേഷൻ. മെയിൽ ഫ്ലവറിലെ ഏന്തറിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ എത്തുന്ന പ്രോസസ്സാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ ഈ സെൽഫ് പോളിനേഷൻ എന്നുള്ള ടോപ്പിൽ ഒരു 3 പ്ലാന്റ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് VOC എന്നാണ് കോഡ്. ഓക്കെ, ഏതൊക്കെയാണ് 3 പ്ലാന്റ്സ് എന്ന് നോക്കാം. വി മീൻസ് വിയോള. വിയോള നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നതല്ല. ഓക്സാലീസ് എന്ന് പറയുന്നത് നമ്മുടെ പുളിയാറില, നമ്മളെ ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ റണ്ണറായിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതിലൊരു യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടായിരിക്കും. ദെൻ യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ദെൻ കൊമലീന ഒരു പർപ്പിൾ ഒരു ബ്ലൂയിഷ് കളറിലുള്ള ഒരു ഫ്ലവറാണ് കൊമലീന. ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരിൽ 2 ടൈപ്സ് ഫ്ലവേഴ്സ് കാണപ്പെടും. ഓക്കെ, ഏതൊക്കെയാണ് 2 ടൈപ്സ് ഫ്ലവേഴ്സ് എന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ഈ 3 പ്ലാന്റ്സിൽ കോഡ് VOC, V ഫോർ വിയോള, O ഫോർ ഓക്സാലിസ് ആൻഡ് C ഫോർ കൊമലീന. ഇതിൽ 3 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ചാസ്മോഗമസ് ഫ്ലവർ, 2 ടൈപ്പ്. ഈ 3 പ്ലാന്റ്സിൽ പ്രത്യേകതയാണ് ഇവരിൽ 2 ടൈപ്പ്. സാധാരണ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് കാണുള്ളൂ. ഇവരിൽ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ചാസ്മോഗമസ് ഫ്ലവർ ആൻഡ് ക്ലയസ്റ്റോഗമസ് ഫ്ലവേഴ്സ്. ഓക്കെ, എന്താണ് ചാസ്മോഗമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ? എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമനും പിസ്റ്റിലും. സ്റ്റേമൻ ആൻഡ് പിസ്റ്റിൽ. ഓക്കെ, എന്താ എക്സ്പോസ്ഡ് സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ? ഓപ്പൺഡ് ഫ്ലവർ, ഇങ്ങനെ തുറന്ന് ഇതുപോലെ വിരിഞ്ഞിരിക്കുന്ന ഒരു ഫ്ലവർ. ഇല്ലേ സ്റ്റേമനും ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പുറത്ത് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് കാണപ്പെടും. ക്ലൈസ്റ്റോഗമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അൺഓപ്പൺഡ് ഫ്ലവേഴ്സ്. നമ്മൾ സ്പൈസസിൽ കണ്ടിട്ട് ക്ലോസ് അല്ലേ, ക്ലോസ് കരയാമ്പൂ അതെങ്ങനെയാണ് ഇങ്ങനെ അടഞ്ഞായിരിക്കും അല്ലേ. അതുപോലെയുള്ള ഒരു ബഡ്സ് പോലെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഫ്ലവർ ബഡ് പോലെ അടഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള ഫ്ലവറിനെ പറയുന്ന പേരാണ് അൺഓപ്പൺഡ് ഫ്ലവർ ഓർ ക്ലൈസ്റ്റോഗമസ് ഫ്ലവർ. ഓക്കെ, അൺഓപ്പൺഡ് ഫ്ലവറിൽ നടക്കുന്ന പൊളിനേഷനെ പറയുന്ന പേരാണ് ക്ലൈസ്റ്റോഗമി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയാം. എന്താണ് ചാസ്മോഗമസ് ഫ്ലവർ? ഓക്കെ, അപ്പോൾ ഇതൊരു കൊമലീനയുടെ ഒരു ഫ്ലവറാണെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനറി ആയിട്ട് ഒരു ഫിഗർ വരച്ചിരിക്കുന്നു. ഈ ഒരു പ്ലാന്റ് ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഓപ്പൺഡ് ഫ്ലവറും ഉണ്ട്, അൺഓപ്പൺഡ് ഫ്ലവറും ഉണ്ട്. ഇത് ക്ലൈസ്റ്റോഗമസ് ഫ്ലവർ. ഇതിലെന്താ ഓപ്പൺഡ് ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ എക്സ്പോസ്ഡ് സ്റ്റേമനും ഉണ്ട്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള പിസ്റ്റൽ ഓർ കാർപ്പലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 2 ടൈപ്പ് പോളിനേഷൻ ഓപ്പൺഡ് ഫ്ലവറിൽ നടക്കാം. എന്താണ്? ഇൻസെക്റ്റിൻ്റെയോ വിൻഡിൻ്റെയോ വാട്ടറിൻ്റെയോ കാറ്റിൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടി ക്രോസ് പോളിനേഷനും നടക്കാം അല്ലേ. ഇതിലെ പോളൻ ഗ്രെയിൻസ് വേറൊരു ചെടിയിലേക്ക് പോയി അവിടെ പോളിനേഷൻ നടക്കാം, അല്ലെങ്കിൽ ഈ ചെടിയിൽ തന്നെ സെൽഫ് പോളിനേഷനും നടക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. 2 ടൈപ്പ്
പൊളിനേഷനും ഇതിൽ നടക്കാം. ഓക്കെ, ഇതാണ് ഓപ്പൺ ഫ്ലവർ ആയിട്ടുള്ള ചാസ്മോഗമസ് ഫ്ലവറിൻ്റെ പ്രത്യേകത. പക്ഷേ ക്ലൈസ്റ്റോഗമസ് ഫ്ലവറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ സ്റ്റേമനും പിസ്റ്റലൻ കാർപ്പലും എന്താണ് ക്ലോസ് ചെയ്തിരിക്കുക അല്ലേ, ഫ്ലവർ ബഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവർക്ക് എന്താണ് ക്രോസ് പോളിനേഷൻ ഇവിടെ ഉണ്ടാവില്ല. ക്രോസ് പോളിനേഷൻ ഇല്ല. ആരിൽ ഉണ്ടാവില്ല? ക്രോസ് പോളിനേഷൻ ആരിൽ ഉണ്ടാവില്ല? ക്രോസ് പോളിനേഷൻ ഉണ്ടാവില്ല. ആരിൽ? there is no cross pollination takes place in no cross pollination in ആരിലാണ് no cross pollination in എന്താ ആരിലായിരിക്കും? ആരിൽ? ക്ലൈസ്റ്റോഗമസ് ഫ്ലവറിൽ അല്ലേ. ഇവരെല്ലായ്പ്പോഴും ആരായിരിക്കും? സെൽഫ് പോളിനേറ്റഡ് ഓർ ഓട്ടോഗമസ് ആയിരിക്കും. ഓട്ടോഗമസ് ഫ്ലവർ ആയിരിക്കും ഇവരിൽ അല്ലേ. എല്ലായ്പ്പോഴും ഏത് മാത്രമേ നടക്കുള്ളൂ? ഓട്ടോഗമി മാത്രമേ നടക്കുള്ളൂ. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ അല്ലേ. ഇനി ശ്രദ്ധിക്കുക, ഇതിലെ ഏന്തർ, ഈ ചെടിയിലുള്ളിലെ ഫ്ലവറിൻ്റെ ഉള്ളിലെ ഏന്തർ ഡെഹിസ് ചെയ്യുമ്പോൾ പൊളൻ ഗ്രെയിൻസ് വന്ന് അതിൻ്റെ ഉള്ളിലെ സ്റ്റിഗ്മയിൽ വന്നിരിക്കും. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇവരിൽ പോളിനേറ്റേഴ്സ് ഇല്ല. പോളിനേറ്റേഴ്സ് ആരൊക്കെയാണ്? പോളിനേഷനെ സഹായിക്കുന്ന ഏജൻസ് ആയിട്ടുള്ള വിൻഡ്, വാട്ടർ, ഇൻസെക്ട്സ് ഒന്നും ഇല്ലാത്തൊരു സന്ദർഭം വരാണ്. പോളിനേഷൻ നടക്കുന്നില്ലാത്ത സന്ദർഭങ്ങളിലും ഇവരിൽ സീഡ് സെറ്റ് നടക്കും. അഷേഡ് സീഡ് സെറ്റ് എന്ന് പറയും. ഉറപ്പാണ് സീഡ് സെറ്റ്. ഓക്കെ, സീഡ് സെറ്റ് എല്ലായ്പ്പോഴും നടക്കും. ഇഫ് ദർ ഈസ് നോ പോളിനേറ്റേഴ്സ് ആർ പ്രസന്റ്, ഈ ചെടിയിൽ എന്താണ് സീഡ് സെറ്റ് നടക്കും. എന്തുകൊണ്ടാണ്? ക്രോസ് പോളിനേഷൻ നടന്നില്ലെങ്കിലും പോളിനേറ്റേഴ്സ് ഇല്ലെങ്കിലും ഇവിടെ ക്ലൈസ്റ്റോഗമസ് ഫ്ലവർ ഉള്ളതുകൊണ്ട് സീഡ് സെറ്റ് നടക്കും. അവർക്കൊരു എന്താണ്, അവർ ഈ പോളിനേഷൻ നടന്നില്ലെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആവുക എന്നുള്ളൊരു സംഭവം ഇല്ല. അവരിൽ സീഡ് സെറ്റ് നടക്കും. ഓക്കെ, ഇതാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ പോളിനേഷൻ നടന്നില്ലെങ്കിലും ഇവരിൽ ഉറപ്പായിട്ടും സീഡ് സെറ്റ് നടക്കും. എന്തുകൊണ്ടാണ്? ക്ലൈസ്റ്റോഗമസ് ഫ്ലവറിൽ ഉള്ളതുകൊണ്ട്. ഈ 3 ചെടികൾക്കാണ് ഈ പ്രത്യേകതയുള്ളത്. ഈ അൺഓപ്പൺഡ് ഒരു ചെടിയിൽ തന്നെ ഓപ്പൺഡ് ഫ്ലവേഴ്സും അൺഓപ്പൺഡ് ഫ്ലവേഴ്സും ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓട്ടോഗമി എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഓട്ടോഗമി എന്താണെന്ന് ക്ലിയർ ആയി. ഓട്ടോഗമസ് ഫ്ലവറിൻ്റെ പ്രത്യേകതയും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്ലൈസ്റ്റോഗമി നടക്കുന്ന ചെടികളിലായിരിക്കും ക്ലൈസ്റ്റോഗമസ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് സീഡ് സെറ്റ് എന്ന് പറഞ്ഞു അല്ലേ. പോളിനേഷൻ നടന്നില്ലെങ്കിലും സീഡ് സെറ്റ് ഉണ്ടായിരിക്കും. ഇനി ഈ ക്ലൈസ്റ്റോഗമീസ് എന്ന് പറഞ്ഞാൽ അൺഓപ്പൺഡ് ഫ്ലവറുകളുണ്ട്. പല പ്ലാന്റ്സും ഉണ്ട്. ചാസ്മോഗമസ് അല്ല, എന്താണ് ക്ലോസ്ഡ് ഫ്ലവേഴ്സ് മാത്രമല്ല അവരിൽ എന്ത് മാത്രമേ നടക്കുള്ളൂ? ക്ലൈസ്റ്റോഗമി എന്ന് പറയുന്ന പോളിനേഷൻ ടൈപ്പ് ഓഫ് അൺഓപ്പൺഡ് ഫ്ലവേഴ്സിൽ നടക്കുന്ന പോളിനേഷനെയാണ് ക്ലൈസ്റ്റോഗമി എന്ന് പറയുക അല്ലേ. അപ്പോൾ ക്ലൈസ്റ്റോഗമസ് ഫ്ലവറിൻ്റെ പ്രത്യേകതയാണ് എന്താണ്? ഈ ക്ലൈസ്റ്റോഗമസ് ഫ്ലവറിൽ മാത്രമുള്ള ചെടികളുടെ പ്രത്യേകത, ഇവരിൽ എന്ത് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ? സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെടിയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഉണ്ട്. ഒരു സിംഗിൾ ഫ്ലവർ ബഡിൻ്റെ ഉള്ളിൽ, ഫ്ലവർ ബഡ് അല്ല അൺഓപ്പൺഡ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ഉള്ളിൽ എന്താണ്ട്? സ്റ്റേമനും ഉണ്ട്, എന്തുണ്ട്? സ്റ്റിഗ്മയുണ്ട് അല്ലേ. ഏന്തറും ഉണ്ട്, സ്റ്റിഗ്മയുണ്ട്. അപ്പം ഏന്തറിന് പൊളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിലിരിക്കും. അപ്പം നോക്കുക, സിംഗിൾ ഫ്ലവർ, അതായത് ഇവർ പാരൻ്റൽ ഫ്ലവറിൽ ആണ് അല്ലേ. പാരൻ്റൽ ഫ്ലവറിൽ മെയിൽ ഫ്ലവറും ഉണ്ട്, ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. അപ്പം എന്താ അവർക്ക് പ്രത്യേകത? ഇവരിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞി ചെടികൾ ഉണ്ടാവും അല്ലേ. സീഡ് സെറ്റ് നടന്നിട്ടുണ്ടായിരുന്ന ആ ചെടികൾക്ക് എന്തായിരിക്കും? വേരിയേഷൻസ് കുറവായിരിക്കും. അതായത് അച്ഛൻ്റെയും അമ്മേൻ്റെയും ജനറ്റിക് ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും അല്ലേ. ഫീമെയിൽ ഫ്ലവറിൻ്റെയും മെയിൽ ഫ്ലവറിൻ്റെയും ജനറ്റിക് ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കുന്നതുകൊണ്ട് ഇവരിൽ ജനറ്റിക് വേരിയേഷൻസ് കുറവായിരിക്കും. പിന്നെന്താണ്? സർവൈവൽ കപ്പാസിറ്റി കുറവായിരിക്കും. പിന്നെന്താണ്? ഇവരിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ്. ഓക്കെ, പിന്നെന്താ? സ്റ്റെറിലിറ്റിക്കും ചാൻസ് ഉണ്ട്, ഫെർട്ടിലിറ്റി കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? എല്ലാവരിലല്ല, സെൽഫ് പോളിനേഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഇംബ്രീഡിങ് ഡിപ്രഷൻ. ഇംബ്രീഡിങ് വേർഡ് മീനിങ് ഈ സെൽഫ് പോളിനേഷൻ. അപ്പോൾ സെൽഫ് പോളിനേഷൻ റിസൾട്ട്സ് ഇൻ ഇംബ്രീഡിങ് ഡിപ്രഷൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇവരിൽ ക്ലൈസ്റ്റോഗമിയാണ് നടക്കുന്നതെങ്കിൽ, ഈ ക്ലൈസ്റ്റോഗമസ് മാത്രമാണ് നടക്കുന്നത്, ക്ലൈസ്റ്റോഗമസ് ഫ്ലവറിൽ ഈ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ അല്ലേ. ഈ ചാസ്മോഗമസ് ഫ്ലവർ ഉണ്ടെങ്കിൽ അവരിൽ എന്ത് നടക്കാൻ ചാൻസ് ഉണ്ട്? സെൽഫും ക്രോസും ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. പക്ഷേ ക്ലൈസ്റ്റോഗമസ് ഫ്ലവറിൽ എന്ത് മാത്രമേ നടക്കുള്ളൂ? സെൽഫ് പോളിനേഷനെ നടക്കുള്ളൂ. കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ റിസൾട്ട്സ് ഇൻ ഇംബ്രീഡിങ് ഡിപ്രഷൻ. ഇംബ്രീഡിങ് ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? സെൽഫ് പോളിനേഷൻ വഴി ക്യാരക്ടേഴ്സിൽ ഉള്ള വേരിയേഷൻസിൻ്റെ കുറവ് സംഭവിക്കുക. ക്യാരക്ടേഴ്സിൽ എന്താ? ക്യാരക്ടേഴ്സ് നമ്മൾ ജെനറ്റിക്സിൽ പഠിക്കും. വേരിയബിൾ ക്യാരക്ടേഴ്സ്
കുറയുന്ന ഒരവസ്ഥ, അതായത് പാരന്റ് രണ്ടും ഈക്വൽ ജനറ്റിക് ക്യാരക്ടേഴ്സ് ഉള്ളവരായിരിക്കും. ഈ ഒരു കണ്ടീഷന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ഇംബ്രീഡിങ്, സെൽഫ് പോളിനേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഇംബ്രീഡിങ് ഡിപ്രഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക, നമുക്കിത് ആവശ്യം വരും. ഓക്കെ, ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്നുള്ള ടോപ്പിക് വരുമ്പോൾ എന്താണ് ഇംബ്രീഡിങ് ഡിവൈസസ് നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ അതിന് ആൻസർ പറയണം കേട്ടോ. അപ്പോൾ എന്താണ് ഇംബ്രീഡിങ് ഡിപ്രഷൻ എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ്, ബേസ്ഡ് ഓൺ ദി source of pollen, the second type of pollination ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഗീറ്റനോഗമി. വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കുക. ഇതൊരു സിംഗിൾ പ്ലാന്റ്. ഈ പ്ലാന്റിൽ എന്തുണ്ട്? 2 ഫ്ലവർ ഉണ്ട്. ഓക്കെ, ഈ ഫ്ലവറിൽ എന്താ 2 ഫ്ലവേഴ്സും ബൈസെക്ഷലാണ്. ഒരു ഫ്ലവറിൽ എന്താ ഇതിൽ ആന്തറാണിത്. ആന്തറിൽ എന്തുണ്ട്? നിറച്ച് മെച്ചൂർ ആകുമ്പോൾ പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഫീമെയിൽ ഫ്ലവറിൽ, ഇതിലെ വേറൊരു ഫ്ലവറിൽ സ്റ്റിഗ്മയും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടുന്ന് പോളൻ ഗ്രെയിൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? അപ്പോൾ സെയിം ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷൻ അല്ല, സെയിം ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷൻ നമ്മൾ സെൽഫ് പോളിനേഷൻ, പ്യുവർ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ 2 ഡിഫറെൻറ്റ് ഫ്ലവറിലാണ് പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ഫ്ലവറിലെ പോളിനേഷൻ നമ്മൾ ആക്ച്വലി ക്രോസ് പോളിനേഷൻ എന്ന് പറയുക. പക്ഷേ ഈ ഗീറ്റനോഗമി എന്നുള്ള പോളിനേഷൻ 2ലും പെടുന്നതാണ്. അതായത് ശ്രദ്ധിക്കുക കേട്ടോ, സെയിം പ്ലാന്റിലെ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ തമ്മിൽ നടക്കുന്ന പോളിനേഷനെ പറയുന്ന പേരാണ് ഗീറ്റനോഗമി. ഈസ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther of the one flower to the stigma of the another flower of the same plant. ഈ ഫിഗർ ഓർത്താൽ മതി. ഒരു സെയിം പ്ലാന്റിലെ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ നടക്കുന്ന പോളിനേഷനെ പറയുന്ന പേരാണ് എന്താണ്? സെയിം പ്ലാന്റ് ആണ്, 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആണ്. അവരിൽ നടക്കുന്ന പോളിനേഷനെ പറയുന്ന പേരാണ് എന്ത് പറയുക? ഗീറ്റനോഗമി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഇവരുടെ പ്രത്യേകത? പാരന്റൽ പ്ലാന്റിലെ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ നടക്കുന്ന പോളിനേഷൻ അല്ലേ. അപ്പോൾ ഇവർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷണലി ഇത് എന്തിനു സിമിലറാ? 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ നടക്കുന്ന പോളിനേഷനെ നമ്മൾ ക്രോസ് പോളിനേഷൻ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഫംഗ്ഷണലി ഗീറ്റനോഗമി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ആണ്. ഫംഗ്ഷണലി ഗീറ്റനോഗമി സിമിലർ ടു, ആരോട് സിമിലർ ആണ്? ഫംഗ്ഷണലി ഗീറ്റനോഗമി സിമിലർ ടു ആരോട് സിമിലർ ആണ്? ഫംഗ്ഷണൽ നോക്കുമ്പോൾ സീനോഗമി ഓർ എന്താ സീനോഗമി നമ്മൾ പറയും കേട്ടോ, ക്രോസ് പോളിനേഷൻ. ബട്ട് ജനറ്റിക്കലി സിമിലർ ടു ജെനറ്റിക്സ് നോക്കുമ്പോൾ ഈ 2 ഫ്ലവറും സെയിം പ്ലാന്റിൽ നിന്നുള്ള, അപ്പോൾ അവരുടെ ജനിതക ഘടന, ജനറ്റിക് മേക്കപ്പ് സിമിലർ ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ജെനറ്റിക്കലി സിമിലർ ടു. പക്ഷേ ഈ ഗീറ്റനോഗമി എന്ന് പറയുമ്പോൾ ജെനറ്റിക്സ് നോക്കുമ്പോൾ ജെനറ്റിക്കലി സിമിലർ ടു സെൽഫ് പോളിനേഷൻ ഓർ ഓട്ടോഗമി. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ്. എന്താണ്? ഗീറ്റനോഗമി ഈസ് ഫംഗ്ഷനലി സിമിലർ ടു ക്രോസ് പോളിനേഷൻ ആൻഡ് ജെനറ്റിക്കലി സിമിലർ ടു സെൽഫ് പോളിനേഷൻ. ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുക, പിന്നെ എന്താണ് ഈ ഒരു സെൻറ്റൻസ് പറയുക. ഇത്രയേ ഉള്ളൂ ഗീറ്റനോഗമിയിൽ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ 3rd പോയിന്റിലേക്ക് പോവാണ്. ക്രോസ് പോളിനേഷൻ ഓർ അലോഗമി ഓർ സീനോഗമി. ക്രോസ് പോളിനേഷൻ, അപ്പോൾ നമുക്കറിയാം ക്രോസ് എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ അല്ലേ. പക്ഷേ സീനോഗമി എന്ന് പറയുമ്പോൾ ഗീറ്റനോഗമി അല്ല. ഗീറ്റനോഗമി വന്നാൽ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിന് സെയിം പ്ലാന്റ് ആയിരുന്നു. ഇവിടെ സീനോഗമി is the transfer of pollen grains from the stamen of the one flower of the one plant to the stigma of the another flower of the another plant. Okay, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, transfer of pollen grains from the stamen of one plant to the stigma of the flower of the another or different plant. Okay, 2 ഡിഫറെൻറ്റ് പ്ലാന്റിലെ ഫ്ലവേഴ്സിൻ്റെ ഇടയിലുള്ള പോളിനേഷനെ പറയുന്ന പേരാണ്. ഒരു പ്ലാന്റിലെ 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിനിടയിലുള്ള പോളിനേഷനായിരുന്നു ഗീറ്റനോഗമി. ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിലെ ഫ്ലവേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സിനിടയിൽ നടക്കുന്ന പോളിനേഷനായിരുന്നു ഓട്ടോഗമി. ക്ലിയർ ആയല്ലോ? ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 3 സിലബസ് നോക്കുമ്പോഴും സ്റ്റേറ്റ്, ICSE, CBSE ഏത് സിലബസ് നോക്കിയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 3 ടേംസ്. ഈ ഒരു 3 ടേംസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
ക്ലിയർ ആയി അല്ലേ? അപ്പം നമ്മൾ ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് പൊളൻ ദ പൊളിനേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഓട്ടോഗമി, ഈട്ടനോഗമി ആൻഡ് അല്ലോഗമി ഓർ സിനോഗമി. ഓക്കെ, ഇനി നമ്മൾ പോളിനേഷനിലെ പ്രീ ഫെർട്ടിലൈസേഷൻ എവൻസിൽ തന്നെയുള്ള പോളിനേഷനിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഏതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്? ഏജൻസ് ഓഫ് പോളിനേഷൻ. പോളിനേഷനെ സഹായിക്കുന്ന ഏജൻസ് ഏതൊക്കെയാണ്? ഈ ഏജൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? എബയോട്ടിക് ഏജൻസ്, ജീവനില്ലാത്ത ഏജൻസ് എബയോട്ടിക് ഏജൻസ്, ആൻഡ് ജീവനുള്ള ഏജൻസ്, പോളിനേഷനെ സഹായിക്കുന്ന ജീവനുള്ള ഏജൻസ്, ലിവിങ് ആയിട്ടുള്ള ബയോട്ടിക് ഏജൻസ്. ഓക്കെ, എബയോട്ടിക് ഏജൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് എബയോട്ടിക് ഏജൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? വിൻഡ്, അതായത് കാറ്റ് അല്ലെ, വിൻഡ് വഴിയുള്ള പോളിനേഷനെ പറയുന്ന പേരാണ് ആനിമോ. ഈ ടേംസ് പഠിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റിൽ എല്ലാ ടേംസും ഇങ്ങനെയുള്ള ഒരു ടേംസ് ഉണ്ട്. ഇത് നമ്മളെല്ലാം മെൻഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വിൻഡ് വഴിയുള്ള പോളിനേഷനെ പറയുന്ന പേരാണ് ആനിമോഫിലി. ഇനി വാട്ടർ എന്ന് പറയുന്നതും ജീവനില്ലാത്ത ഒരു വസ്തുവാണ് അല്ലേ. വാട്ടർ വഴിയുള്ള പോളിനേഷനെ പറയുന്ന പേര് വെരി സിമ്പിൾ, ഹൈഡ്രോഫിലി. വാട്ടർ അറിയാലേ, ഹൈഡ്രോഫിലി. ഓക്കെ, തെറ്റരുത്. ഈ രണ്ട് ടേമും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആനിമോഫിലി എന്ന് പറയുമ്പോൾ ആനിമൽ വഴിയുള്ള പോളിനേഷൻ എഴുതിക്കരുത്. ആനിമോഫിലി ഈസ് ദ പോളിനേഷൻ ബൈ മീൻസ് ഓഫ് ഡാഷ്, ബാറ്റ്, ആനിമൽസ്, വിൻഡ്, വാട്ടർ എന്നൊക്കെ തരും. ഓപ്ഷൻ ഏതാണ്? ആനിമോഫിലി. ആനിമൽ അല്ല, വിൻഡ് ആണ്. വാട്ടർ പിന്നെ ആരും തെറ്റിക്കില്ല, ഹൈഡ്രോഫിലി. ഓക്കെ, ഇനി ബയോട്ടിക് ഏജൻസ് എന്ന് പറയുന്നത് ജീവനുള്ള ഏജൻസ് ആണ്. അതിൽ ഏതൊക്കെ പെടും? നമുക്ക് കുറേ ഏജൻസ് ഉണ്ട് അല്ലേ. ആനിമൽസ് വഴിയാണെങ്കിൽ അങ്ങനെയുള്ള പോളിനേഷനെ പറയുന്ന പേരാണ് സൂഫിലി. ഓക്കെ, ഇനി ആനിമൽസിൽ നമ്മൾ ഇൻസെക്ട്സ് ഉണ്ട് അല്ലേ. ഇൻസെക്റ്റ് വഴിയുള്ള, നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട് ഇൻസെക്റ്റ് അല്ലേ. ഇൻസെക്റ്റ് വഴിയുള്ള പോളിനേഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്റമോഫിലി. ഓക്കെ, തെറ്റരുത് കേട്ടോ, ഓർഡർ തെറ്റ് അല്ല. നമ്മളൊരു കോഡ് പോലെ പഠിച്ചിരിക്കുക. ആനിമോഫിലിക്ക് എന്ന് പറയുമ്പോൾ ആനിമൽസ് വഴി എന്ന് പറയുമ്പോൾ ആനിമോ എന്ന് എഴുതരുത്, സൂഫിലിയാണ്. ഇൻസെക്റ്റ് എന്ന് പറയുമ്പോൾ എന്റമോഫിലി ആണ്. ഇനി നമ്മളുടെ ബേർഡ്സ് വഴിയാണെങ്കിൽ, ബേർഡ് എന്ന് പറയുന്നത് ആനിമൽസിൽ പെടുന്ന തന്നെയാണ് അല്ലേ. ബേർഡ്സ് വഴിയുള്ള പോളിനേഷനെ പറയുന്ന പേരാണ്, ഇത് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളെ പല കോമ്പറ്റേറ്റീവ് എക്സാമിനുകളിൽ വരെ ചോദിക്കുന്ന ബയോളജിക്കലായിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഈ ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റിലെങ്കിലും ഇതിന്ന് ഇൻക്ലൂഡ് ചെയ്യണം. ബയോട്ടിക് ഏജൻസ് എന്ന് പറഞ്ഞിട്ട് ഏജൻസ് പറയാം, അതുവഴിയുള്ള പോളിനേഷൻ്റെ പേരാണ് ഇതെന്ന് പറയാം. ഓക്കെ, എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഈ എക്സാമിന് നോട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് മാർക്ക് കിട്ടണം അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ MCQ നീറ്റ് എക്സാം എഴുതുമ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ പറഞ്ഞു? സൂഫിലി എന്ന് പറഞ്ഞാൽ ജനറലി ആനിമൽ വഴിയുള്ള പോളിനേഷൻ, ഇൻസെക്ട് എന്ന് പറയുമ്പോൾ എന്റമോഫിലി, ബേർഡ്സ് എന്ന് പറയുമ്പോൾ ഓർണിത്തോഫിലി. ഇനി ഏതാണ്? ഇനി ബേർഡ്സ്, ഇൻസെക്ട്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാറ്റ് അല്ലേ, ബേർഡ്സ് കഴിഞ്ഞു, ഇൻസെക്ട്സ് കഴിഞ്ഞു. ഇനി ബാറ്റ് വഴി ഇല്ലേ, ബാറ്റിനെ നമ്മൾ വവ്വാലിനെ നമ്മൾ ചേർന്നൊക്കെ പറയും അല്ലേ. ബാറ്റ് വഴിയുള്ള പോളിനേഷനെ പറയുന്ന പേരാണ് ചീറോപ്റ്ററി ഫില്ലി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പോളിനേഷൻ ഉണ്ട്? ആനിമൽ വഴിയുള്ള പോളിനേഷൻ സൂഫിലി, ഇൻസെക്ട്സ് വഴിയുള്ള പോളിനേഷൻ എന്റമോഫിലി, ബേർഡ്സ് വഴിയുള്ള പോളിനേഷൻ ഓർണിത്തോഫിലി, ആൻഡ് ചിറോപ്റ്ററി ഫില്ലി ഈസ് പോളിനേഷൻ ത്രൂ ബൈ മീൻസ് ഓഫ് ബാറ്റ് ഓർ ചീർ. ഓക്കെ, അപ്പോൾ ബയോട്ടിക് ഏജൻസിൽ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിനേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ബയോട്ടിക് ഏജൻസിൽ വേറെ ഏതൊക്കെ പെടാം? നമ്മുടെ പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ, പ്രൈമേറ്റ്സ് ആരാ? പ്രൈമേറ്റ്സ്, നോൺ പ്രൈമേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞാൽ വെൽ ഡെവലപ്ഡ് ബ്രെയിനുള്ള രണ്ട് കാലം നിൽക്കുന്ന ആളുകളുടെ പലരും ഉണ്ട്, അവരുണ്ടായിരിക്കാം. ആർബോറിയൽ റോഡൻസ് എന്ന് പറയുന്ന മാളങ്ങളിൽ വളരുന്ന എലി ഒക്കെ വഴി ഉണ്ടായിരിക്കാം. റെപ്റ്റൈൽസ് ഉണ്ടല്ലോ, നമ്മുടെ പല റെപ്റ്റൈൽസും ഉണ്ട്, അവർ വഴിയും പോളിനേഷൻ നടക്കാം. ഇവരെല്ലാം ബയോട്ടിക് ഏജൻസിന്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഇൻസെക്ട്സ്, ബേർഡ്സ്, ബാറ്റ്സ്, പ്രൈമേറ്റ്സ്, ആർബോറിയൽ റോഡൻസ്, റെപ്റ്റൈൽസ്. അപ്പോൾ ഈ ഇവരല്ലാത്ത കുറച്ച് പേരും കൂടി ഉണ്ട് അല്ലേ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ആരൊക്കെയാണ്? പ്രൈമേറ്റ്സ്, ആർബോറിയൽ മാളങ്ങളിൽ കഴിയുന്നവർ, ആർബോറിയൽ റോഡൻസ്, എലിയൊക്കെ കേട്ടോ, റാറ്റ്. അടുത്തത് റെപ്റ്റൈൽസ്, ഉരകങ്ങൾ, റെപ്റ്റൈൽസ്. ഇവരെല്ലാം ബയോട്ടിക് ഏജൻസിന് എക്സാമ്പിൾ. അവർ എന്തിനെ സഹായിക്കുന്നുണ്ട്? പോളിനേഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ.
ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എബയോട്ടിക് ഏജൻസ് ആയിട്ടുള്ള വിൻഡ് പോളിനേഷൻ എങ്ങനെയാണ്, അതിന് കുറേ എക്സാമ്പിൾസ്, അവരുടെ പ്രത്യേകതകൾ, വാട്ടർ വഴിയുള്ള പോളിനേഷൻ, ഹൈഡ്രോഫിലസിനായിട്ടുള്ള അവർക്ക് എക്സാമ്പിൾസ്, അവരുടെ പ്രത്യേകതകൾ, പിന്നെ എന്താണ് ബയോട്ടിക് ഏജൻസ് ആയിട്ടുള്ള ആനിമൽസ് വഴിയുള്ള പോളിനേഷൻ, പിന്നെ എന്താണ് സൂഫിലസ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ, അതായത് ഇൻസെക്ട് പോളിനേഷൻ ഉണ്ട് അല്ലേ, സുഫിലയിൽ അവരുടെ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സും കൂടി നമുക്ക് പോളിനേഷനിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോളിനേഷൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വിൽ സീ യു